വീണ വിജയനെ സംബന്ധിച്ച്, പിണറായി വിജയനെ സംബന്ധിച്ച് 20 കോടി എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ തുകയായിട്ടാണ് അവർ കാണുന്നത് എന്ന് ഞാൻ ഇന്നലത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവന വലിയ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. കാരണം അദ്ദേഹത്തെ പോലൊരു നേതാവ് ഈ നിലയിലേക്ക് തരം താഴുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കള്ളം പറഞ്ഞാൽ 9 കള്ളം കൊണ്ട് അതിനെ മറയ്ക്കാൻ കഴിയില്ല എന്ന്. ഇന്ന് 9 അല്ല, അതിനപ്പുറം 50-ലേറെ കള്ളങ്ങൾ പിണറായി വിജയൻ പറഞ്ഞിട്ടും മറയ്ക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിയമസഭയിൽ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഞാനുമായിട്ടുണ്ടായ ഒരു എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സിൽ, അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിൽ, അല്ലെങ്കിൽ പരസ്പര ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് എന്നോടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. പക്ഷേ പിണറായി വിജയൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഞാൻ തെളിയിക്കുകയും അദ്ദേഹം നടത്തിയ തെറ്റായ പ്രസ്താവനയ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. അതെങ്ങനെയാണ് സ്പീക്കർ അവകാശ ലംഘന നോട്ടീസ് ഊരിക്കൊണ്ടുപോയത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ അദ്ദേഹം എന്തിനോ ഭയക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇനി നിങ്ങൾ എത്ര വട്ടം ആവർത്തിച്ചാലും പിണറായി വിജയനെ കമ്മ്യൂണിസ്റ്റുകാർ പോലും വിശ്വസിക്കില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെയും അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിലെയും ഒക്കെ സ്ഥാനം നിലനിർത്താൻ പ്രയാസപ്പെടുന്നുവെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതികരണങ്ങൾക്ക് പ്രസക്തിയില്ല. വിചിത്രമായ അന്വേഷണമല്ല നടക്കുന്നത്, വിചിത്രമായ അഴിമതിയാണ് കേരളത്തിൽ നടന്നത്. അത് പറയാൻ കാരണം, സാധാരണഗതിയിൽ ഒരു അഴിമതി നടത്തി എന്നുള്ള ആരോപണ വിധേയരാകുന്ന ആരൊക്കെയാണ്? ഒന്നുകിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരായിട്ടുള്ളവരോ, അല്ലെങ്കിൽ MLA-മാരോ MP-മാരോ, അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ വഹിക്കുന്നവരോ, അവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്തെങ്കിലും ക്രമവിരുദ്ധമായി ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം ചെയ്യാതിരുന്നു. ഇങ്ങനെയാണ് സാധാരണ അഴിമതി ആരോപണം നേരിടാറ്. ഇത് വിചിത്രമായൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു അന്വേഷണത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, നടന്ന അഴിമതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ചെറിയ സംഖ്യയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ED-യുടെ പ്രസ് റിലീസിൽ 20.5 കോടി, അതായത് 20 കോടിയിലേറെ രൂപയുടെ തിരിമറി നടന്നു, അല്ലെങ്കിൽ ക്രമക്കേട് കണ്ടെത്തി, അഴിമതി കണ്ടെത്തി എന്ന് ED പറയുമ്പോൾ അതൊരു ചെറിയ തുകയല്ലേ എന്ന് പറയുന്ന നിലയിലേക്ക് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ആ നിലയിലേക്ക് മാറി എന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ വിജയനെ സംബന്ധിച്ച്, പിണറായി വിജയനെ സംബന്ധിച്ച് 20 കോടി എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ തുകയായിട്ടാണ് അവർ കാണുന്നത് എന്ന് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാനിടയായി. ശരിയാണ്, അവർ 100 കണക്കിന് കോടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ഈ തുക വളരെ ചെറുതായിട്ട് അവർക്ക് തോന്നിയെന്ന് വരാം.